ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേപ്പ് വൈൻ റെസിപ്പിയാണ് ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതെൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിൻ്റെ കയ്യിൽ നിന്നും കൈമാറി വന്നിട്ടുള്ള എൻ്റെ ഫാമിലി റെസിപ്പി കൂടിയാണ്. 1 കിലോ കറുത്ത മുന്തിരി കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം 5-6 പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. വൈൻ കെട്ടുമ്പം ഒട്ടും തന്നെ ഈ മുന്തിരിയിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല. അതിനായിട്ട് ഒരു നല്ലൊരു കോട്ടൺ തുണി എടുത്ത് ഇതിലത്തെ ഓരോ മുന്തിരിയും നന്നായിട്ട് തുടച്ചെടുക്കണം. അപ്പോൾ നല്ല ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ നല്ല വൃത്തിയുള്ള കൈ ഉപയോഗിച്ച് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിനു വേണ്ടി വൈൻ മുന്തിരി തന്നെ ചോദിച്ച് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വൈൻ മുന്തിരി എന്ന് പറയുമ്പോൾ അതിന് ചെറിയൊരു പുളിപ്പും നല്ല മധുരവും കാണും. അപ്പോൾ അതിലുണ്ടാക്കുന്ന വൈനിനായിരിക്കും ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള രുചി കിട്ടുക. എനിക്കിവിടെ വൈൻ മുന്തിരി കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടുത്തെ കറുത്ത മുന്തിരിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റി മുന്തിരിയാണ് ഉപയോഗിക്കുന്നത്. വൈൻ മുന്തിരി ആണെങ്കിലും ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മുന്തിരി ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കേടുള്ള മുന്തിരിയെല്ലാം മാറ്റിക്കളയണം. ഭരണിയിൽ വൈൻ കെട്ടാം, അതല്ലെങ്കിൽ ഇതുപോലെ ചില്ലുകുപ്പിയിലാണെങ്കിലും നന്നായിട്ട് വൈൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ മൂടിയുടെ ഈ ഒരു ഭാഗത്തുള്ള ഒരു പ്ലാസ്റ്റിക് സംഭവമുണ്ട്, അതെടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് എയർ ടൈറ്റ് ആയിട്ടിരിക്കാൻ പാടില്ല. എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഇതിൽ പ്രോപ്പറായിട്ടുള്ള ഫെർമെൻറ്റേഷൻ നടക്കില്ല. ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഗ്രേപ്സ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഭരണിയാണെങ്കിലും ഇതുപോലത്തെ കുപ്പിയാണെങ്കിലും ഇതിൻ്റെയൊക്കെ മൂടിയാണെങ്കിലും നന്നായിട്ട് കഴുകിയെടുത്ത് തിളച്ച വെള്ളത്തിൽ കഴുകി ഉണക്കിയെടുക്കുക, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ വൈൻ പെട്ടെന്ന് കേടായിപ്പോവും. പെട്ടെന്ന് തന്നെ പൂപ്പിലെല്ലാം വന്ന് നമുക്കത് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോവും. ഈ ഉപയോഗിക്കുന്ന മരത്തവയാണെങ്കിലും നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കഴുകി ഉണക്കി ഉപയോഗിക്കുക. മരത്തവി തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. മെറ്റൽ തവിയൊന്നും ഉപയോഗിക്കരുത്. വൈനിന് നല്ല വീര്യം കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി ഡ്രൈ ചെയ്തെടുത്തിട്ടുള്ള സൂചി ഗോതമ്പ് അല്ലെങ്കിൽ മുഴുവൻ ഗോതമ്പ് ചേർക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഞാൻ ചേർക്കുന്ന പോലെ 3.5 ടേബിൾ സ്പൂൺ നുറുക്ക് ഗോതമ്പ് ചേർത്താലും മതി. മീഡിയം സൈസ് പട്ട 3-4 ചെറുതായിട്ടൊന്ന് ചതച്ചിടുക, അല്ലെങ്കിൽ ഒന്ന് ഒടിച്ചിടുക. 12 ഗ്രാമ്പൂ ചേർക്കാം. എൻ്റെ അമ്മയും അമ്മാമ്മയും ഒന്നും ഇതിൽ ഏലക്ക ചേർക്കാറില്ല, അപ്പം ഞാനും ഏലക്ക ചേർക്കുന്നില്ല. 1 കിലോ മുന്തിരിക്ക് 1 കിലോ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത്രയും പഞ്ചസാര ആവശ്യമില്ലെങ്കിൽ കുറച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, വൈൻ ഇരിക്കും തോറും ഇതിൻ്റെ മധുരവും കുറഞ്ഞു വരും. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർക്കാം. നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ഒട്ടും തന്നെ ചൂട് പാടില്ല, നന്നായിട്ട് തിളപ്പിച്ചിട്ടും ഉണ്ടാവണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 ലിറ്ററോളം ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മുഴുവൻ വേണ്ടി വരില്ല. നമുക്ക് ഈ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്ത് ആ ഗ്രേപ്സിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമ്മളിതിന് കെട്ടിവെക്കാൻ പോവാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം, ഇതിപ്പോൾ ഡേ 1 ആണ്. ഇനി വരുന്ന അടുത്ത 20 ദിവസവും ഇപ്പോൾ രാവിലെയാണ് ഈ വൈൻ കെട്ടിയതെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒരു പ്രാവശ്യം നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല കൃത്യമായിട്ട് കെട്ടിവെക്കുക. ഉറുമ്പൊന്നും കയറാത്ത രീതിയിൽ ഒരു നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണിയും ഒരു നാടയും ഉപയോഗിച്ച് ഇതിന് നന്നായിട്ട് കെട്ടിവെക്കാം. സൈഡൊക്കെ നന്നായിട്ട് മടക്കി കെട്ടിവെക്കാം. അധികം വെളിച്ചമില്ലാത്ത ഒരു സ്ഥലത്ത് വേണം ഇതിനെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാനായിട്ട്. ഞാനിതിനെ എൻ്റെ കബേർഡിൻ്റെ അകത്താണ് വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 21 ഡേയ്സ് 21ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇതുപോലെയാണ് ഇരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞോളം തന്നെ 20 ദിവസവും ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും വൈൻ ഇളക്കാൻ മറക്കരുത്. ആ ഡെയിലി വൈൻ ഇളക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വൈൻ ഇങ്ങനെ ഡെയിലി ഇളക്കാണ്ട് വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈൻ പെട്ടെന്ന് അത് പുളിച്ചു പോവും, പെട്ടെന്ന് അത് പൂത്തു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഉപയോഗിക്കുന്ന ബൗൾ, അരിപ്പ, കോട്ടൺ തുണിയാണെങ്കിലും നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കും. ഞാനിപ്പോൾ ഈ അരിപ്പയുടെ മുകളിലോട്ടൊരു ചീസ് ക്ലോത്താണ് ഇടുന്നത്. നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ള ഒരു തോർത്താണെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ വൈൻ സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടിയുണ്ട്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്ന വൈൻ തിരിച്ച് നമ്മൾ ഏത് ഭരണിയിലാണോ വൈൻ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഭരണിയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഭരണി ഒരു നല്ലൊരു ഉണക്കിയെടുത്ത തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. പിന്നെ വെള്ളം കൊണ്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ പോലെ തന്നെ ഇതിനെ കെട്ടിവെക്കണം. എന്നിട്ട് നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് തന്നെ നമുക്കിനി അനക്കാണ്ട് ഒരു 4-5 ദിവസം വെക്കണം. ഈ സമയത്ത് എല്ലാ ദിവസവും നമ്മൾ നേരത്തെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് കലങ്ങിപ്പോരുത്. ഈ ഒരു 4-5 ദിവസം അനക്കാണ്ട് വെച്ച് കഴിയുമ്പം ഈ വൈൻ കുറേ കൂടെ നല്ല ക്ലിയർ ആയിട്ട് വരും.
അങ്ങനെ 4 ദിവസം ഈ വൈനിൻ്റെ ഭരണി ഇരുട്ടത്ത് അനക്കാണ്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കുപ്പികളിലോട്ട് മാറ്റാം. ഈ കുപ്പികൾ നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കഴുകി ഉണക്കിയെടുക്കുക, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കുപ്പിയുടെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ഉണക്കിയെടുത്തിട്ടുള്ള ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഫണലാണെങ്കിലും ഇത് കോരിയെടുക്കാൻ ഉപയോഗിക്കുന്ന കപ്പാണെങ്കിലും നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇതിങ്ങനെ കോരിയെടുക്കുമ്പോഴാണെങ്കിലും ഒരുപാട് കുത്തിയെടുക്കാണ്ട് ഇങ്ങനെ കലങ്ങി പോകാത്ത രീതിയിൽ മുകളിൽ നിന്ന് പതുക്കെ എടുത്ത് ഒഴിക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, വൈനിൻ്റെ താഴത്തെ ഭാഗത്ത് ആ കലങ്ങിയിരിക്കുന്ന ഭാഗം അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു കലങ്ങിയ ഭാഗം നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നില്ല, ഇത് നമുക്ക് കളയാം. ഈ ഒരു അളവിൽ എനിക്ക് 2 കുപ്പി വൈനാണ് കിട്ടിയിട്ടുള്ളത്. അധികം വെളിച്ചം കിടക്കാത്ത ഇരുണ്ടിരിക്കുന്ന ചില്ലുകുപ്പിയിൽ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ ഇതുപോലത്തെ കുപ്പിയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കാണിക്കാനും വീഡിയോ കാണിക്കാനും വേണ്ടിയിട്ടാണ്. എപ്പോഴും ഇരുട്ടത്ത് തന്നെ വൈൻ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വൈൻ കുപ്പിയിലോട്ട് ചേർക്കുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കരിയിച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ചേർക്കാം. പക്ഷെ അതൊക്കെ ഓപ്ഷണലാണ്. എൻ്റെ വീട്ടിൽ അതൊന്നും ചേർക്കാറില്ല. കാരണം അതങ്ങനെ ചേർക്കുകയാണെങ്കിൽ ആ ഗ്രേപ്പിൻ്റെ ഫ്ലേവർ കുറച്ചങ്ങോട്ട് കുറയും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ തന്നെ സെർവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഇത് വർഷങ്ങളോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. കേടൊന്നും വരില്ല. പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. ഇത് ഇരിക്കും തോറും ഇത് കൂടുതൽ ക്ലിയർ ആയി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ വീര്യം കൂടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.